guys, welcome back to my YouTube channel. What is morning college and evening college? Okay, നിങ്ങൾക്ക് ബേസിക്കലി ഇപ്പൊ ആയിരിക്കില്ല, നമ്മള് ചേർന്ന കുട്ടികൾക്കൊക്കെ ഓൾറെഡി അറിയുമായിരിക്കും. ഇനി ഉള്ള കുട്ടികൾക്ക് ആയിരിക്കും ഇത് ഡൗട്ട് ആയിട്ട് വരാം. നമ്മൾ പ്രിഫറൻസ് ലിസ്റ്റ് വെക്കുമ്പോഴായിരിക്കും കോളേജുകളുടെ കൂടെ മോർണിംഗ് കോളേജ്, ഈവനിങ് കോളേജ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പഠിക്കുന്ന കോളേജ് മോത്തിലാൽ നെഹ്റു കോളേജ് മോർണിംഗ്, മോത്തിലാൽ നെഹ്റു കോളേജ് ഈവനിങ് എന്ന് കാണാൻ പറ്റും. കോളേജിന്റെ സൈഡിലായിട്ട് മോർണിംഗ് ഈവനിങ് കാണാൻ പറ്റും. ഇതെന്താണ് സംഭവം എന്നാണ് ഡൗട്ട്. ഓക്കെ, അപ്പം അതെനിക്കും വന്നൊരു ഡൗട്ടാണ്. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ബിൽഡിംഗ്, അതായത് കോളേജിന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് സെയിം ആയിരിക്കും. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ടൈമിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അതായത് ആസ് ഇറ്റ് സൗണ്ട്സ് മോർണിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിലായിരിക്കും ക്ലാസ്സസ് ആൻഡ് ഈവനിങ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിലായിരിക്കും ക്ലാസ്സസ്. ഓക്കെ, ഇതിന്റെ ടൈമിങ് ആയിരിക്കും. ഇതിന്റെ ടൈമിങ് മോർണിംഗ് കോളേജിന്റെ ടൈമിങ് പറയുമ്പോൾ ഒരു രാവിലെ ചിലപ്പം 8 മണിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു 9 മണിക്കാണ് തുടങ്ങാന്നുള്ളത്. ആൻഡ് ഉച്ച വരെ ആയിരിക്കും ക്ലാസ്സസ്. ഓക്കെ, ആൻഡ് ഈവനിങ് കോളേജ് ഉച്ചയ്ക്ക് ടൈം ടേബിൾ ഇടാം. ഉച്ചയ്ക്ക് 2:30 തൊട്ട് ആയിരിക്കും ആൻഡ് മാക്സിമം 8 മണി വരെയൊക്കെ ആയിരിക്കും ക്ലാസ്സസ്. പക്ഷെ എൻ്റെ കോളേജിൽ 8 മണി വരെയാണ് ടൈം ടേബിൾ. പക്ഷെ 7:30 വരെയൊക്കെ മാക്സിമം ക്ലാസ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോയിട്ടില്ല. പക്ഷെ ചില കോളേജസിൽ 8 മണി വരെ ഒക്കെ ക്ലാസ് നടക്കുന്ന കോളേജസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മോർണിംഗ് കോളേജ് ആൻഡ് ഈവനിങ് കോളേജ്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് കോളേജിൽ ക്ലാസ്സുകൾ മോർണിംഗിലാണ് ഉണ്ടാവുക ആൻഡ് ഈവനിങ് കോളേജിൽ ക്ലാസ്സുകൾ ഈവനിങ്ങിലാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഞാൻ പഠിക്കുന്നത് ഒരു ഈവനിങ് കോളേജിലാണ്. ഇനി മോർണിംഗ് കോളേജ് ആണോ ഈവനിങ് കോളേജ് ആണോ നല്ലത് എന്ന് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ് എ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിഷ്ടം ഈവനിങ് കോളേജ് ആണ്. കാരണം എന്താ, അധികം രാവിലെ നമുക്ക് നമ്മുടെ പണിയൊക്കെ തീർത്ത്, ലൈക്ക് ഞാൻ റൂമിലാണ് നിൽക്കുന്നത്. അപ്പൊ രാവിലെ എൻ്റെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട്, എനിക്ക് രാവിലെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഉച്ചയ്ക്ക് സമാധാനമായിട്ട് കോളേജിൽ പോകാം. ആൻഡ് നൈറ്റ് വൈബൊക്കെ ലൈക്ക് ഞാനിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കോളേജിലെ നൈറ്റ് ലൈഫൊക്കെ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ലൈക്ക് ഞാൻ അങ്ങനെ ആയിരിക്കും. മോർണിംഗ് കോളേജിലെ കുട്ടികൾക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പിന്നെ അവർ കോളേജിൽ നിന്ന് വിടണ്ട, അല്ലാണ്ട് വൈകുന്നേരം വരെയൊക്കെ അവർക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയൊക്കെ ഇങ്ങനെ കോളേജിൽ നിൽക്കാമല്ലോ, വെറുതെ അല്ലല്ലോ, ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ലൈഫാണ് ആൻഡ് അത് കിട്ടി. ആൻഡ് അതേപോലെ തന്നെ രാവിലെ ധൃതി പിടിച്ചെണീറ്റ് മോർണിംഗ് കോളേജിൽ കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ധൃതി പിടിച്ചെണീറ്റ് ക്ലാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് ഓടി ക്ലാസ്സിൽ പോകേണ്ട അവസ്ഥ. എനിക്ക് അങ്ങനെ ഇല്ല. സമാധാനമായിട്ട് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് സമാധാനമായിട്ട് പോയാൽ മതി. അപ്പം അങ്ങനെ ഒരു വശമുണ്ട്. വേറൊരു വശം നോക്കുകയാണെങ്കിൽ ആസ് എൻ ഈവനിങ് കോളേജ് സ്റ്റുഡൻറ് നമ്മുടെ ഡേ ചിലപ്പോൾ നമ്മൾ അധികം മടിച്ചു ആസ് എ ലേസി പേഴ്സൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. ലൈക്ക് നമുക്ക് ഇപ്പം എനിക്ക് വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഉച്ചയ്ക്കാണ് ഇപ്പോൾ എണീറ്റ് കോളേജിലേക്കൊക്കെ പോകണമെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് തോന്നും നമ്മുടെ ഡേ ഇപ്പം സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ചിലപ്പോൾ ഡേ നമ്മുടെ ഉച്ചയ്ക്കായിരിക്കും. ലൈക്ക് നമ്മുടെ എല്ലാ ദിവസവും ഡെയിലി ലൈഫിൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്കായിരിക്കും. ബട്ട് അനദർ വശം നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ ഇത്രയും സമയം കിട്ടും. എത്ര വേണമെങ്കിലും വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് നല്ലപോലെ സമയം കിട്ടും. സോ ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം എനിക്ക് പേഴ്സണലി ഈവനിങ് കോളേജാണ് ഇഷ്ടം.